അള്ളാഹുവേ ഈ മുസ്ലിയാക്കന്മാരുടെ തലയിലേക്ക് നീ ഇടുത്തി വീഴ്ത്തണമേ. അധികപ്രസവം പറയുകയല്ലാതെ നിവൃത്തിയില്ല. ഓരോ വിശ്വാസിയും പാടുപെട്ട് പരമാവധി തനിക്ക് പ്രിയങ്കരമായ പല സാധനങ്ങളും പരിത്യജിച്ചുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകി അങ്ങനെ അവൻ്റെ മോക്ഷവും രക്ഷയും ലഭിക്കാൻ വേണ്ടി പാടുപെട്ടിരിക്കുമ്പോൾ ഈ മുസ്ലിയാക്കൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തിരക്കില്ല, കള്ളത്തരം പറയാതെ തന്നെ അവർക്ക് ജീവിച്ചൂടെ. ഒരു കഴുത മുസ്ലിയാർ, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾ ഇതിന് എത്ര മോശമായ വാക്ക് ഉപയോഗിക്കുന്നു നിൽക്കും. ഒരു കഴുത തലയെക്കെട്ട് കെട്ടി വന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നീട്ടും. അപ്പോഴാണ് മറ്റേതാകുക വയൽ, അത് കേൾക്കാൻ കുറേ മറ്റേറ്റാണ് പറയാണ്. മൊഹിയുദ്ദീൻ ഷെയ്ഖാണ് നോമ്പ് നോക്കുന്നതിന് പ്രതിഫലം കൊടുക്കുന്നതൊക്കെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, അസൗമുല്ലി ഓന അജ്സിബിഹി ഖുദ്സിയദിസ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന അത്രയും വിഖ്യാതമായ വചനങ്ങൾ പ്രവാചകൻ്റെതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നോമ്പിനെ പറ്റി, നോമ്പ് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കേൾക്കാം. എന്തുമാത്രം നാശമാണ് ഈ കള്ളത്താടി തലയെ കെട്ട് കയറി. ഇവർ ജൂതവർഗത്തിൽ നിന്ന് വേഷം മാറി വന്നതാ. ടി മുഹമ്മദ് സാഹിബ് തന്നെ കൊടിഞ്ഞ് പ്രബോധന എഡിറ്ററായ ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യൻ. അയാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഈ ഭൂമിയുടെ അധികാരം താങ്കൾക്ക് ലഭിച്ചാൽ താങ്കൾ എന്ത് ചെയ്യും? എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ മുസ്ലിയാക്കളെ ഈ DDT അടിച്ച് കൊന്നാൾ ഒന്നടങ്ങും. അയാൾ പറയാം, കാരണം അതിന് മാത്രം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു മുസ്ലിയാർ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. മുസ്ലിയാർ പേര് ഞാൻ പറഞ്ഞു കണ്ട് വെറുതെ ഇതാക്കുന്നില്ല, അയാൾക്ക് പ്രശസ്തിയും കിട്ടിക്കുന്നില്ല, അതോടൊപ്പം ഗീബത്തായും വേണ്ട. ആ മുസ്ലിയാർ പറയാണ്, മൊയ്യുദ്ദീൻ ഷെയ്ഖ് ഒരിക്കൽ ഔലിയാക്കന്മാരായ ഒരുപാട് ഔലിയാക്കന്മാർ, കാരണം മൊയ്യുദ്ദീൻ ഷെയ്ഖിൻ്റെ കാലത്തൊക്കെ എല്ലാവരും ഔലിയാക്കളാണ്, എല്ലാവരും. അങ്ങനെ ഔലിയാക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് മൊയ്യുദ്ദീൻ ഷെയ്ഖ് ഖാദിമിനോട് പറഞ്ഞു, 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് റമദാൻ മാസത്തിൽ നോമ്പ് മുറിക്ക്. ഇല്ല, ഞാൻ എൻ്റെ സായിമ്, ഞാൻ നോമ്പുകാരനാണ്, നോമ്പ് മുറിക്കാൻ പറഞ്ഞിട്ട് ഇയാൾ ഖാദിമ് നോമ്പ് മുറിച്ചില്ല. അപ്പോഴതാ മൊയ്യുദ്ദീൻ ഷെയ്ഖ് അവറുകളുടെ കറാമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ഖാദിം അവിടെ തലചുറ്റി വീഴുന്നു. പറയുന്നയ്യ ഉമ്മത്തെ സയ്യിദന മുഹമ്മദ് പയറ് വീർത്ത് വരുന്നു, രക്തം ഛർദിക്കുന്നു, വായിലൂടെ നൂരയും പതയും അങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൊയ്യുദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ നോമ്പ് മുറിച്ചു കൊള്ളാം, അങ്ങൊന്ന് എൻ്റെ മാപ്പ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മൊയ്യുദ്ദീൻ ഷെയ്ഖ് പ്രസാദിക്കുന്നു. അങ്ങനെ അദ്ദേഹം നോമ്പ് മുറിക്കുന്നു. 5 മണിക്ക് നോമ്പ് മുറിക്കുന്നു. കാരണം നോമ്പിൻ്റെ സമയം നിശ്ചയിക്കുന്നത് അല്ലാഹുവല്ല, ഖുർആനിൽ പറഞ്ഞതായ അസ്വദി എന്ന് പറഞ്ഞതിന് ശേഷം, നോമ്പെടുക്കുന്നതിനെ പറ്റി ശേഷം ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് എന്ന് വ്യക്തമായ നിർദ്ദേശത്തിന് വിരുദ്ധമായിക്കൊണ്ട് മൊഹിയുദ്ദീൻ ഷെയ്ഖ് വന്ന് തിരുത്തുന്നു ഇസ്ലാമിനെ 5 മണിക്ക്. ആ തിരുത്തലിന് അത് വഴങ്ങാത്ത ആൾ ബോധം കെട്ടു വീഴുകയാണ്, വായിൽ നിന്ന് ഉരയും പതയും പൊന്തി വരികയാണ്. അങ്ങനെ ഈ ഖാദിം വഴങ്ങുന്നു, 5 മണിക്ക് നോമ്പ് മുറിക്കുന്നു, രക്ഷപ്പെടുന്നു. നോക്കൂ, ഇസ്ലാം മതത്തിൽ നോമ്പില്ല എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കുകയില്ല. ഒരു ജൂതം വന്ന് വേഷം മാറി താടി നീട്ടി തലയെ കെട്ടി ഇസ്ലാമിൽ കുത്തുബയിലേക്ക് കമാ കുത്തുബയിലും കബലിക്കും എന്ന് പറഞ്ഞതായ ആയത്തുണ്ടല്ലോ, ആയത്ത് അവിടെ ഉണ്ടായിരിക്കെ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു ജൂതം പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഔലിയ വേഷം കെട്ടിക്കൊണ്ടൊരു കള്ള മുസ്ലിയാർ വന്ന് താടിയും തലയെ കെട്ടുമായി അയാൾ അവതരിച്ചിട്ട് ഖാദിമിനെ പിടിച്ച് നോമ്പ് മുറിപ്പിച്ചാൽ, അത് നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ അയാൾ അപ്പോൾ തന്നെ ബോധം കെട്ടു വീഴും. മൊയ്യുദ്ദീൻ ഷെയ്ഖിനെ ധിക്കരിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ തന്നെയാണ് ശിക്ഷ, നരകവും. അങ്ങനെ അയാൾ 5 മണിക്ക് നോമ്പ് മുറിക്കുന്നു, അയാൾ രക്ഷപ്പെടുന്നു. നോക്കി ഇബ്ലീസിൻ്റെ മക്കൾ, കള്ളത്താടിക്കാർ. ഞാൻ ഇവർ ഓതിയതായ എല്ലാ കിതാബും ഓതിയിട്ടുണ്ട്. പിന്നെ ഈ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതുപോലെ തന്നെ തുഹ്ഫ, ഫത്ഹുൽ മുഈൻ മുതൽക്ക് മഹല്ല മുതൽക്കുള്ള എല്ലാ കിതാബുകളും
എനിക്കും അറിയാം, എനിക്ക് താടി നീളാറുണ്ട്. ഞാൻ ഒന്നര ഇടവിട്ടുകൊണ്ട് വിദേശത്ത് നിന്ന് വില പിടിച്ച ബ്ലേഡ് വരുത്തിയാണ് താടി പഠിക്കുന്നത്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്. ആ താടി നീട്ടി ഞാൻ ഇതുപോലെ കള്ളത്തരത്തിന് ഇറങ്ങിയാൽ 3-4 ഭാഷയിൽ ഇത്തരത്തിലുള്ള കള്ളത്തരം അവതരിപ്പിക്കാൻ എനിക്കറിയാം. ഞാനത് ചെയ്യുന്നില്ല. ആരെയും ഖായിമീന ഹസീമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനായി നീ മാറരുത്. നമ്മൾ സാധാരണ ദുആരക്കുന്ന ഒരു ദുആണ്ട് ഞാൻ നിത്യം ചൊല്ലുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഉളല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അളില്ല ഉളല്ല അസില്ല ഉസല്ല അളിമ ഉളമ അജ്അല യുജല അലയ്യ. ഞാനിത് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവേ, ഞാൻ വഴി പേപ്പിക്കുന്നതിൽ നിന്നും വഴി പേപ്പിക്കപ്പെടുന്നതിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഞാൻ കാരണത്താൽ ഒരാൾ തൗഹീദിൽ നിന്നോ ഇസ്ലാമിൻ്റെ സൽപ്പദാമിൽ നിന്നോ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ അതിന് എനിക്ക് ഇരട്ട ശിക്ഷയാണ്. കാരണം ഖുർആൻ പറയുന്നു ലിക്കുല്ലിൻ ളിർഫൈൻ. ഇമ്മാതിരി എല്ലാവർക്കും അള്ളാഹു സാധാരണ നൽകുന്നതിന് ഇരട്ടി ശിക്ഷ നൽകുന്നതാണ്. ഈ മുസ്ലിയാർ പറയാണ്, മൊയ്തീൻ ഷെയ്ഖ് 5 മണിക്ക് നോമ്പ് മുറിക്കാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാത്തതായ ഹാദ്യം ബോധം കെട്ട് വീഴുന്നു. പിന്നീട് നോമ്പിൻ്റെ സമയം 5 നിശ്ചയിക്കുന്നു. എടാ ഹാമുക്ക് മുസ്ലിയാരെ, നീ ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്? നിന്നോടൊന്നും ഒരു മര്യാദ നീ അറിയിക്കുന്നില്ല. നിൻ്റെ ആ പ്രസംഗം കേട്ട് മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ, നിങ്ങളെപ്പോലെയുള്ളവരെ ബഹുമാനിക്കുന്നതായ സ്ത്രീകൾ, നിങ്ങളെ ബഹുമാനിക്കുന്ന ശിർക്കാന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇക്കാര്യത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയോട് പണ്ട് തർക്കിച്ചിരുന്നു. ബാലുശ്ശേരി ഇത്രത്തോളം കടന്ന് പറയല്ലേ, മുശ്രിക്കാണ് അവരെന്ന് പറയരുത്. ശിർക്ക് ചെയ്യുന്നവരൊക്കെ മുശ്രിക്കല്ല, മീൻ പിടിക്കുന്നവരൊക്കെ മുക്കോനല്ല എന്നാണ് ഞാനെന്ന് പറഞ്ഞ ഉദാഹരണം. മീൻ പിടിക്കുന്നവരൊക്കെയും മുക്കുവന്മാരല്ല. ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ മുക്കുവനല്ല. അതുപോലെ ശിർക്ക് ചെയ്യുന്നതിനെ പറ്റി എല്ലാവരും മുശ്രിക്ക്, അശ്രക്ക് യുശ്രിക്ക് മുശ്രിക്ക് എന്ന് താങ്കളുടെ സെർഫ് ശരിയാണ്. പക്ഷേ ഖുർആൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല. ഒരു മൊഹ്സനാത്ത് മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായ പതിവ്രതകളായ സ്ത്രീകളെ അതോടൊപ്പം അഹ്ലുൽ കിതാബിൽപ്പെട്ടതായ ജൂത നസറാക്കളായ പെൺകുട്ടികൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷേ അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അവർ മുശ്രിക്ക് എന്ന് പറയുന്നില്ല. മുശ്രിക്കുകളായ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ പറഞ്ഞു നിൽക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വളരെ സംശയിച്ച് പറയുകയാണ്, ഈ മുസ്ലിയാക്കന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കാതിരുന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ അത്ര കണ്ട് സ്വർഗത്തിലേക്ക് അടുക്കും. ആ മുസ്ലിയാക്കന്മാരെ പാടയെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ തീർച്ചയായും സ്വർഗത്തിലാണ്. കാരണം നിങ്ങൾ ലാലും മുതലുമല്ലാതെ നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം. ഇങ്ങനെ പറയുകയല്ല, നിവൃത്തിയില്ല. ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ശിഷ്യനാകാൻ പോവുകയാണ്. അദ്ദേഹം ഇതിനേക്കാൾ രൂക്ഷമായിട്ടാണ് പറയാറ്. എനിക്കതിൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇസ്ലാമിന് ഖുർആൻ മുശ്രിക്കുകളെയും മറ്റവരും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നവരെ മുഴുവൻ മുശ്രിക്കായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ മുസ്ലിയാർ, ഈ ഹംക്ക് മുസ്ലിയാർ, വെറും മുസ്ലിയാരല്ല, ഹംക്ക് മുസ്ലിയാർ ആളുകളെ നോമ്പ് മുറിപ്പിക്കാൻ നടക്കുകയാണ് 5 മണിക്ക്. ഞാൻ നോമ്പിനിത് പറയാതിരുന്നത് നോമ്പ് ദോഷം ആളുകൾ നോമ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ, എൻ്റെ നോമ്പ് മുറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇതുപോലത്തെ ഹംക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. താടി എന്ന് പറയുന്നത് വെറും ഒരു സുന്നത്തായി ഇത് മാത്രമാണ്. ഖുർആനിൽ ഒരിടത്തും താടി നീട്ടാൻ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. താടിയെ പറ്റിയുള്ള പരാമർശം മൂസാ നബി അള്ളാഹുവിനെ കണ്ടുമുട്ടി മടങ്ങി വന്നിട്ട് അപ്പോഴേക്ക് കൗമാകെ വഴിമാറി ആറുവിനെ താടി പിടിച്ചു. മൂസാ നബി ദേഷ്യം പിടിച്ചു. ലിഹിയായ എൻ്റെ താടി വിട് എന്ന് പറഞ്ഞതായ ആ താടിയല്ല ഇസ്ലാമിൻ്റെ ഷാഹിർ, ഇസ്ലാമിൻ്റെ ചിഹ്നം. സിമാഉ ഫീ വുജൂഹിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് സുജൂദിൻ്റെ അടയാളമുണ്ടാകും. അവരുടെ നെറ്റിയിൽ സിമാഉ ഫീ വുജൂഹിൻ അസരി സുജൂദ്. അല്ലാതെ അവർക്ക് കൊറ്റനാടിനെ പോലെ താടി ഉണ്ടാകുമെന്നല്ല. താടിയോട് ഇത്രയും വെറുപ്പുണ്ടാവാൻ കാരണം മുസ്ലിയാക്കളുള്ള വിദ്വേഷമാണ്, വെറുപ്പാണ്. അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞുകൊണ്ടുള്ളതായ കമൻസുകൾ ഞാൻ ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ മുസ്ലിയാക്കളെ ചീത്ത പറയണം. ശരി.